ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. സുഭാഷിതം. യെശയ്യാപ്രവചനം 21 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാര, രാത്രി എന്തായി? കാവൽക്കാര, രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയിരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. The watchman said, The morning comes and also the night. If you will inquire, return, come back. യെശയ്യാപ്രവചനം 21 അധ്യായത്തിൽ 3 പ്രദേശങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുന്നു. 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം. 11 വാക്യത്തിൽ ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. 13 വാക്യത്തിൽ അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം. അതിലെ ധൂമയെക്കുറിച്ചുള്ള പ്രവാചകമാണ് നാം വായിച്ചു കേട്ടത്. യെശയ്യാവ് ഓരോ ദേശത്തെയും കുറിച്ച് പ്രവചിക്കുന്നത് ന്യായവിധിയുടെ പ്രവചനങ്ങളാണെന്ന് കാണുവാൻ കഴിയും. അബ്രഹാമിന്റെ മകനായ ഇസ്മായേലിന്റെ 6ാമത്തെ മകന്റെ പേരാണ് ധൂമ എന്ന ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്മായേലിന്റെ സന്തതി പരമ്പരകളാണ് ധൂമ എന്ന് മനസ്സിലാക്കാം. കനാൻ ദേശം വിഭജിച്ച് കിട്ടിയപ്പോൾ യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശത്തിൽ ധൂമ പട്ടണവും ഉൾപ്പെടുന്നു എന്ന് യോശുവയുടെ പുസ്തകം 15 അധ്യായത്തിന്റെ 52 വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പട്ടണക്കാരെ ഏദോമ്യരെന്നും അറിയപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. സേയീർ പർവ്വതം ഏദോമ്യരുടെ പർവ്വതമായി പരാമർശിച്ചിരിക്കുന്നു. സേയീറിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു ചോദിക്കുകയാണ്, കാവൽക്കാര, രാത്രി എന്തായി? ഒരു കാവൽക്കാരനാണ് രാത്രിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുവാൻ കഴിയുന്നത്. കാരണം കാവൽക്കാരൻ രാത്രിയിൽ ഉറങ്ങാതെ എന്ത് സംഭവിക്കുമെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഉണർന്നിരിക്കുന്നു. തന്നെ ഏൽപ്പിച്ചത് സുരക്ഷിതമായി കാവൽ ചെയ്യുകയാണ് കാവൽക്കാരന്റെ ജോലി. രാത്രി ഭയാനകമാണ്. മറ്റെല്ലാവരും സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ ശത്രുക്കൾ വരാതെ കാവൽക്കാരൻ സൂക്ഷിക്കുന്നു. രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന കാവൽക്കാരന് മാത്രമേ മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ കാവൽക്കാരൻ പറയുന്നു, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, എപ്പോഴും രാത്രിയല്ല, രാത്രി കഴിയുമ്പോൾ ഒരു പ്രഭാതം വരും. പ്രഭാതം സന്തോഷമാണ്, വെളിച്ചം കൊണ്ടുവരുന്നു, നാം സജീവമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെയും രാത്രിയുടെയും അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ആ രാത്രിയിൽ കാവൽ ചെയ്യുവാൻ പലപ്പോഴും നാം അശക്തരാണ്. ഈ രാത്രി തരണം ചെയ്യുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് കേൾക്കൂ. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുകയാകുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രാത്രിയുടെ അനുഭവങ്ങൾ നീണ്ടു നിൽക്കുകയില്ല. പ്രഭാതം നിശ്ചയമായും വരും. അന്ധകാരത്തിന്റെ സകല അനുഭവങ്ങളും നീങ്ങിപ്പോകും. വെളിച്ചത്തിനായി കാത്തിരിക്കാം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതാണ് ആ സത്യവെളിച്ചം. ആകയാൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരങ്ങൾ നീക്കുവാൻ അടിയങ്ങളുടെ മേൽ വെളിച്ചം ഉദിപ്പിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുല
ഒരു നോവും കുറയാ